മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ തമിഴ്നാടിന് കേരള സർക്കാർ അനുവാദം നൽകിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി. മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വസ്തുതാ വിരുദ്ധമാണ്. ക്യാബിനറ്റ് കൂടി തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു. കേരളത്തിന് സുരക്ഷ, തമിഴ്നാട് ജനം എന്നുള്ള ആപ്തവാക്യത്തിൽ ഊന്നിക്കൊണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ കേന്ദ്രവും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മധ്യസ്ഥയിൽ പ്രശ്നത്തിന് രമ്യമായൊരു പരിഹാരമുണ്ടാക്കുവാൻ കിട്ടിയ ഒരു അവസരം ഇതോടുകൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. സമരസമിതി കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സൂചിപ്പിച്ചു, ബലപ്പെടുത്തൽ നടപടി തമിഴ്നാട് മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ 52 എന്ന അവരുടെ സുഗമമായ പാത തുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളത്. എന്നാൽ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അതിൻ്റെ വലിയൊരു വില കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഖേദകരമായ ഈ പ്രശ്നത്തിന് സംസ്ഥാന ഗവൺമെൻറ് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.